എറണാകുളം പെരുമ്പാവൂരിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി തല മൊട്ടയടിച്ചതായി പരാതി. ലഹരി വിൽപ്പന ആരോപിച്ച് ഒരു സംഘം ആളുകൾ ചേർന്ന് മൊട്ടയടിച്ചു എന്നാണ് യുവാക്കൾ പോലീസിൽ പരാതി നൽകിയത്. മഞ്ഞപ്പെട്ടി സ്വദേശികൾക്കാണ് ദുരനുഭവമുണ്ടായത്. പെരുമ്പാവൂർ പോലീസിൽ യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നു. റഹീം, ഇതിപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള സമരം, അതിനായിട്ടുള്ള ബോധവൽക്കരണം, മയക്കുമരുന്നിൽ നിന്ന് യുവാക്കളെ രക്ഷിക്കുക എന്നതൊക്കെ അങ്ങേയറ്റം ആവശ്യമുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാർ തന്നെയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സമഗ്രമായിട്ടും ശക്തവുമായിട്ടുള്ളൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പോലീസ് അതിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ യുവാക്കളെ വല്ലാത്ത തോതിൽ ഉപദ്രവിക്കുക, ഇങ്ങനെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് ആണ് സംഭവിച്ചതെങ്കിൽ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്? യുവാക്കൾ നൽകിയിരിക്കുന്ന പരാതി എന്താണ്? സനീഷ്, ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ മഞ്ഞപ്പെട്ടി സ്വദേശികളാണ്. നമുക്കറിയാം, ഈ പെരുമ്പാവൂരിൽ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിൽ പ്രത്യേകിച്ചും ഈ ഭായ് കോളനി, കണ്ടന്തറ ഭായ് കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലായും ആളുകളുള്ളത്. ഇവിടെ വെച്ച് കണ്ട ഈ മലയാളികളായിട്ടുള്ള മഞ്ഞപ്പെട്ടി സ്വദേശികളെ ഒരു കൂട്ടം ആളുകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 6 പേരടങ്ങുന്ന സംഘം ഇവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ലഹരി വിൽപ്പനയ്ക്കാണോ ഇവിടെ എത്തിയത് എന്ന തരത്തിലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തത്. അങ്ങനെ പിന്നീട് ഈ 6 പേർ ചേർന്ന് യുവാക്കളെ മർദ്ദിക്കുന്നു. അതായത് തൊട്ടടുത്തുള്ള ഒരു ഒഴിഞ്ഞ മുറിയിൽ കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്നു. മർദ്ദിച്ചതിന് ശേഷമാണ് ലഹരി വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കാണോ ഇവിടെ എത്തിയത്, എന്താണ് സംഭവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മർദ്ദിക്കുകയും ഈ യുവാക്കളുടെ തല മുണ്ഡനം ചെയ്യുകയുമായിരുന്നു. തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിൽ നിന്നൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ എത്തിച്ചുകൊണ്ടാണ് യുവാക്കളുടെ തല മുണ്ഡനം ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും സംഭവത്തിന് ശേഷം ഈ യുവാക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന തടയാൻ പോലീസിന്റെ ഇടപെടലൊക്കെ കാര്യക്ഷമമായി ഉണ്ടാകുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അടക്കം അങ്ങോട്ടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതുമാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ അവിടെ വരുന്ന ആളുകളൊക്കെയും ഇത്തരക്കാരാണ് എന്ന് ആരോപിക്കുന്നത് തീർത്തും ശരിയല്ല. പക്ഷേ ഈ യുവാക്കൾ എന്തിനാണ് അവിടെ എത്തിയത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. അത് പോലീസ് അന്വേഷിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി വിൽപ്പനയൊക്കെ ആരോപിച്ച് യുവാക്കൾക്ക് മേലെ ഇത്തരത്തിലൊരു കടന്നുകയറ്റമൊക്കെ നടത്തുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഏതായാലും അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ വൈകിട്ട് കണ്ടന്തറ ഭായ് കോളനിക്ക് സമീപം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും മഞ്ഞപ്പെട്ടി സ്വദേശികളുടെ പരാതിയിൽ നിലവിൽ പോലീസ് ആരൊക്കെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് കണ്ടാലറിയാവുന്ന ആളുകളാണ്. ശരി, ആളുകളുടെ പേരില്ല, കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയാണ് ഇങ്ങനെയൊരു പരാതി യുവാക്കൾ നൽകിയിട്ടുള്ളത്. യുവാക്കളുടെ പേര് കൊടുക്കുന്നത്, പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം അവർക്ക് അതല്ലെങ്കിൽ തന്നെ അപമാനകരമായിട്ടൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. എന്തായാലും അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടുന്നൊരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വേണ്ട രീതിയിൽ ഇടപെടുമെന്ന് പ്രത്യാശിക്കാം. നന്ദി റഹീം വിവരങ്ങൾക്ക്. മറ്റൊരു വാർത്ത